നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ താൻ ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കി സൂപ്പർ സ്റ്റാർ വിജയ്. അധികാരമേറ്റയുടൻ കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കാർഷിക മേഖലയ്ക്കൊപ്പം തമിഴ് സിനിമാ ലോകത്തിനും വലിയ ആശ്വാസം പകരുന്ന നിർണായക തീരുമാനങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളിയതിനൊപ്പം തിയേറ്ററുകളിൽ സിനിമകൾക്ക് കൂടുതൽ പ്രദർശന സമയം അനുവദിച്ചും വിജയ് ഉത്തരവിറക്കി. സംസ്ഥാനത്തെ 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും പുതിയ സർക്കാർ പൂർണ്ണമായും എഴുതിത്തള്ളി. കർഷക സമൂഹത്തിന് വലിയൊരു താങ്ങാവുകയാണ് ഈ ചരിത്രപരമായ തീരുമാനം. അതേസമയം 5 ഏക്കറിന് മുകളിൽ കൃഷിഭൂമിയുള്ള കർഷകരെയും സർക്കാർ കൈവിട്ടില്ല. ഇത്തരത്തിലുള്ള വലിയ കർഷകർക്കായി സഹകരണ ബാങ്കുകളിലെ വായ്പകളിൽ 50% ഇളവ് നൽകാനും മുഖ്യമന്ത്രിയുടെ ആദ്യ ഉത്തരവിൽ പ്രഖ്യാപനമുണ്ട്. തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി തിയേറ്ററുകളിൽ സിനിമകളുടെ പ്രദർശന സമയവും വർദ്ധിപ്പിച്ചു. കൂടുതൽ പ്രദർശനങ്ങൾ നടത്തുന്നതിലൂടെ വ്യവസായത്തിന് വലിയ ഉണർവുണ്ടാകുമെന്നാണ് ഈ നീക്കത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം തമിഴ്നാട്ടിൽ റിലീസാകുന്ന വലിയ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ആദ്യത്തെ ഒരാഴ്ച ഒരു തിയേറ്ററിൽ 5 പ്രദർശനങ്ങൾ വീതം നടത്താൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് സിനിമാ പ്രേമികൾക്കും തിയേറ്റർ ഉടമകൾക്കും ഒരുപോലെ ആശ്വാസകരമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നെല്ലിന് ക്വിന്റലിന് 3500 രൂപയായും കരിമ്പിന് ടണ്ണിന് 4500 രൂപയായും താങ്ങുവില ഗണ്യമായി ഉയർത്താൻ വിജയ് സർക്കാർ തീരുമാനിച്ചു. കർഷക കുടുംബങ്ങളിലെ അടുത്ത തലമുറയെ കൈപിടിച്ചുയർത്താനും വിജയ് മടിച്ചില്ല. 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെയും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഇനി സർക്കാർ വഹിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയം എന്നത് പണം പിരിക്കാനുള്ളതല്ല എന്നും മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്നും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വിജയ് വ്യക്തമാക്കിയിരുന്നു. താൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി കൃത്യമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 10-നാണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വൻപന്മാരായ DMK-യും AIDMK-യും അട്ടിമറിച്ച് വിജയുടെ TVK 108 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാണ് അധികാരം പിടിച്ചെടുത്തത്. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. നാളെ നടക്കാനിരിക്കുന്ന ഡൽഹി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും തമിഴ്നാട് മുഖ്യമന്ത്രി കാണുമെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദേശീയ തലസ്ഥാന സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന സംസ്ഥാന ഉദ്യോഗസ്ഥരുമായി വിജയ് ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി നാളെ രാവിലെ വിജയ് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയുന്നത്. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹി പര്യടനത്തിനിടെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച തമിഴ് കവിയും സന്യാസിയുമായ തിരുവള്ളൂരുടെ പ്രതിമയും വിജയ് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റതിന് ആഴ്ചകൾക്ക് ശേഷമാണ് സന്ദർശനം. മെയ് 10-ന് വിജയ് തമിഴ്നാടിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റു. സംസ്ഥാനത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പണ്ഡത്തെ അടയാളപ്പെടുത്തുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ DMK-യുടെയും AIDMK-യുടെയും പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ TVK സ്ഥാനാർത്ഥിയായി വിജയ് അധികാരത്തിലെത്തിയത്.